ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി റമദാൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്കാണ്. ഈ സ്നാക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് നന്നായി ചൂടായാൽ 3 ഉള്ളി കട്ടാക്കിയതിടണം. ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി അല്ലി, എല്ലാം ചെറിയ ചെറിയ പീസാക്കിയത് കൂടി ഇടണം. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇടണം. ഇനി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. മസാല പെട്ടെന്ന് വഴറ്റി കിട്ടാനാണ്. കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം കൂടി മിക്സാക്കി എടുക്കണം. ഒരു 4 പീസ് ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു വിസിലിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അതൊന്ന് ജാറിലിട്ട് ക്രഷാക്കി എടുത്തിരുന്നു. അതുകൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കൈ കൊണ്ട് നുള്ളിയെടുത്ത് ഇട്ട് കൊടുത്താലും മതി. ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഓഫ് ചെയ്യാം. 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചപ്പാത്തി പലകയെടുത്ത് അതിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുക്കണം. ഇനി അതിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് ഇതുപോലെ പരത്തി കൊടുക്കണം. അതൊരു 8 പീസ് ഉണ്ടാകും. ആ 1 കപ്പ് മൈദ നൈസായി പരത്തി കൊടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ ഉരുളയും അതുപോലെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്യണം. പിന്നെ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ ചെയ്തു കൊടുക്കുക. രണ്ടാമത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യത്തേതിൽ നേരത്തെ മസാലയാക്കി വെച്ച ചിക്കനില്ലേ, അത് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണായി ഇട്ട് കൊടുക്കണം. ഒരു 7 എണ്ണം ഇതുപോലെ ചെയ്യണം. എന്നിട്ട് മുകളിൽ നേരത്തെ പരത്തി വെച്ച ആ മാവ് കൂടി ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നല്ലത്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു ബൗൾ എടുത്തോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ് എടുത്തോ ഇതുപോലെ അമർത്തി കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുകയൊന്നും ഇനി വേണ്ട. ഓരോന്നായി ഇതുപോലെ പെട്ടെന്ന് ഇളകി കിട്ടും. ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഓരോന്നായി മാറ്റി കൊടുക്കാം. ഇത് ഇതുപോലെ ഒട്ടിയിട്ടുണ്ടാകും. എല്ലാ ബോളും ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഇനി ഇതേ മാവെടുത്തിട്ട് ഒരു ഉരുള ഇതിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കാം. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡും പൊടിച്ചു വെച്ചിരുന്നു. മുട്ടയിൽ കുറച്ച് കുരുമുളകും ഒരിച്ചിരി ഉപ്പും ഇട്ട് കൊടുത്തിരുന്നു. നന്നായി മിക്സാക്കി കൊടുക്കാം.
ഇനി ഓരോന്നായി എടുത്ത് ആദ്യം മുട്ടയിലും പിന്നെ ബ്രെഡിലും മുക്കി കൊടുക്കാം. മുട്ടയിൽ മുക്കുന്ന കൈ കൊണ്ട് തന്നെ ബ്രെഡിൽ മുക്കിയാൽ ബ്രെഡ് നനഞ്ഞു പോകും. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 ദിവസം ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ആക്കാം. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിലിടരുത്. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്, മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കാം. ഇത് നന്നായി പൊങ്ങി വരും. അതേപോലെ പരത്തി ബോൾ വെച്ചാണ് കട്ടാക്കുന്നതെങ്കിൽ നല്ല ബോൾ ഷേപ്പായി ഉണ്ടാകും. ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ റമദാൻ സ്നാക്ക് തയ്യാറായിട്ടുണ്ട്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതുപോലെ ബോൾ ഷേപ്പ് ഉണ്ടാകും.